ഹായ് എവരി വൺ. മെൻസുറേഷനിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 10% മോർ ദാൻ ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് ദാറ്റ് ഓഫ് സ്ക്വയർ ഈസ് 216 centimeter square, how much does the diagonal of the square measures? അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ഫോമുലാസിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അല്ലേ. ഫോമുലാസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഫോമുലാസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. ഓക്കെ. അതേപോലെ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് πr² ആണ്. പിന്നെ അതേപോലെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4a എന്ന് എടുക്കുന്നു. ആ എ എന്ന് പറയുന്നത് എന്താണ്? വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ആണ്. അതേപോലെ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? a² വരും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്വയറിനകത്തെ ഒരു സൈഡ് a ആണെങ്കിൽ എല്ലാ സൈഡും a ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും മെഷർ വരുന്നത്? ഡയഗണലിൻ്റെ മെഷർ എത്രയായിരിക്കും? ഡയഗണലിൻ്റെ മെഷർ എന്ന് പറയുന്നത് √2a ആയിരിക്കും. √2a ഡയഗണലിൻ്റെ മെഷർ എന്ന് പറയുന്നത്. സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ മെഷർ എന്ന് പറയുന്നത് √2a ആയിരിക്കും. ഓക്കെ. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 10% മോർ ദാൻ ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയറിൽ നിന്നാണ് തുടക്കം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ 4a ആണ്. അതിനേക്കാൾ 10% കൂടുതൽ, അതായത് 110/100 ഈസ് ഈക്വൽ ടു എത്രയാണ്? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, അതായത് 2πr. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 0 ക്യാൻസൽ. ഇതിൽ നിന്ന് നമ്മൾ എയും ആറും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടുത്തെ 2ഉം ഈ 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടുന്നു. ഇനി ഇവിടെ ഈ 2 × 11 ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടും. ആ 22ഉം ഈ പൈക്കകത്തൊരു 22 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യുമ്പം ബാലൻസ് ഡിനോമിനേറ്ററായിട്ട് അവിടെ ഒരു 7 മാത്രമായിട്ട് അവശേഷിക്കും. ബാക്കി ഇവിടെ a/r എന്ന റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 10/7 എന്ന് കിട്ടുന്നു. അപ്പം a/r എന്ന ഒരു റേഷ്യോ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു, 10/7. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് ദാറ്റ് ഓഫ് സ്ക്വയർ ഈസ് 216. അപ്പോൾ ഈ നമ്മൾ കണ്ടുപിടിച്ച ഈ റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ ഏരിയാസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഏരിയാസിൻ്റെ ഡിഫറൻസ് എടുക്കാൻ പോവുകയാണ്. അപ്പം ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പം πr². ഓക്കെ. πr² മൈനസ് a², സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ πr² എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു ഇവിടുത്തെ നമ്മുടെ ആറിൻ്റെ റേഷ്യോ എത്രയാണ്? 7 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇവിടെ 7² മൈനസ് a² എന്ന് പറയുമ്പോൾ 10² അല്ലേ. ഈ റേഷ്യോസാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 7ഉം ഈ 7² കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ ഒരു 7 ബാക്കി വരും. ബാക്കി 22 × 7 ചെയ്യുമ്പോൾ നമുക്ക് 154 ആണ് കിട്ടുന്നത്. 154 മൈനസ് 10² എന്ന് പറയുന്നത് 100 ആണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 54 എന്ന് ഉത്തരം കിട്ടുന്നു. ഈ 54 എന്ന് പറയുന്നത് നമ്മൾ റേഷ്യോ ഉപയോഗിച്ച് ഏരിയാസിൻ്റെ ഡിഫറൻസ് എടുത്തപ്പോൾ കിട്ടിയതാണ്. ഇനി ക്വസ്റ്റ്യനിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നുണ്ട്? 216 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം 54 216 ആകാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏരിയാസിൻ്റെ ഡിഫറൻസ് 54ൽ നിന്ന് 216 ആകാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഇനി നമ്മൾ യഥാർത്ഥ റിയൽ വാല്യൂ കണ്ടുപിടിക്കുന്നു. a² ഈസ് ഈക്വൽ ടു നേരത്തെ നമുക്ക് കിട്ടിയ റേഷ്യോയിൽ നമുക്ക് കിട്ടിയത് 100 ഇൻറ്റു ഇനി ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 400 എന്ന റിയൽ വാല്യൂ കിട്ടുന്നു. ഈ a² 400 ആണെങ്കിൽ a എത്ര വരും? a ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ a എന്ന് പറയുന്നത് എന്താണ്? വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡ് a ആണെങ്കിൽ അതിൻ്റെ ഡയഗണലിൻ്റെ ലെന്ത് എത്രയായിരിക്കും? √2a അല്ലേ. √2a. അപ്പം √2 ഇൻറ്റു എത്ര വരുന്നു? 20. √2 × 20 എന്ന് പറഞ്ഞു, അതായത് 20 √2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ ഡൗട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.